അപ്പം ഇന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് സ്പെഷ്യലായിട്ടൊരു മമ്പയർ തോരനായിട്ടാണ് വെക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച മമ്പയറാണിട്ടത്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാവർക്കും ജാൻ വേൾഡിലേക്ക് സ്വാഗതം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മമ്പയറൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇത് ആവാൻ ആവശ്യത്തിനുള്ളൊരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തു. നമുക്ക് 2 പച്ചമുളകും കൂടെ കീറിയിടാം കേട്ടോ. പച്ചമുളക് കീറിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് ഇനി ഒറ്റ വിസിൽ മതി കേട്ടോ. വെള്ളത്തിലിട്ട് കുതിർത്തതായതുകൊണ്ട് ഒരു വിസിലുമ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് വിസിലടിക്കുന്നവരെ കാത്തിക്കാം. നമ്മളെ കുക്കർ വിസിലൊക്കെ അടിച്ചപ്പോൾ ഇനി എനിക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സവാളയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഒരു തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചോക്ക വറുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച മമ്പയർ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മമ്പയർ നല്ല വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് താളിച്ച് വെച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഇതുപോലെ മമ്പയറൊന്നും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.